2020 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ കടന്നു. സെമിയിൽ അഫ്ഗാനിസ്ഥാനെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്. വളരെ 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 എൻകറേജിങ് സ്പോർട്സ് ന്യൂസ് ആണല്ലോ, പറയൂ. തീർച്ചയായും SKN സൗത്ത് ആഫ്രിക്ക അവരുടെ കാലക്കേടൊക്കെ അങ്ങനെ മാറ്റിവെച്ചുകൊണ്ട് പഠിക്കൽ കലമടക്കുന്ന ശീലമൊക്കെ തന്നെ അങ്ങനെ മാറ്റിവെച്ചുകൊണ്ട് ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് 2020 ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് പ്രോട്ടീസുകൾ എത്തുന്നത്. ഈ ടൂർണമെൻറ്റിലുടനീളം അത്ഭുത കുതിപ്പ് നടത്തിയെത്തിയ അഫ്ഗാനിസ്ഥാനെയാണ് അവർ തകർത്തെറിഞ്ഞത്. 9 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്കയുടെ വിജയം. വെറും 57 റൺസ് വിജയലക്ഷ്യം. 8.5 പന്തിൽ ദക്ഷിണാഫ്രിക്ക അടിച്ചെടുത്തു. അവരെ അതിന് സഹായിച്ചത് ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രാമും റീസെ ഹെൻഡ്രിക്സും ചേർന്നാണ്. റീസെ ഹെൻഡ്രിക്സ് പുറത്താകാതെ 29ഉം എയ്ഡൻ മാർക്രം പുറത്താകാതെ 23 റൺസും എടുത്തു. കൂടുതൽ ദക്ഷിണാഫ്രിക്ക ഇതിന് നന്ദി പറയേണ്ടത് അവരുടെ ബൗളർമാർക്ക് തന്നെയാണ്. അത് അഫ്ഗാനെ പോലെ ഒരു ബാറ്റിംഗ് നിരയ അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു ബാറ്റിംഗ് നിരയാണ്. ഇടയ്ക്കൊക്കെ തന്നെ പോലെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ചെറിയ സ്കോർ ആണെങ്കിൽ പോലും എറിഞ്ഞിടാൻ ഒക്കെ പോകുന്ന ഒരു ടീമാണ്. അവരെ വെറും 56 റൺസിനാണ് എറിഞ്ഞിട്ടത്. അവരുടെ ബാറ്റിംഗ് നിരയിൽ 10 പേർക്കും 2 അക്കം കടക്കാനായില്ല. 10 റൺസ് എടുത്ത അസമുദ്ദുള്ള ഒമർ സായി മാത്രമാണ് പിടിച്ചു നിന്നത്, അല്ലെങ്കിൽ 2 അക്കം കടന്നത്. പിടിച്ചു നിന്നു എന്ന് പോലും പറയാൻ സാധിക്കില്ല. 10 റൺസ് എടുത്തത് ടോപ്പ് സ്കോററായത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി മാർക്കോ യാൻസനും തബ്രൈസ് ഷംസിയും 2 വിക്കറ്റ് വീതവും ആൻഡ്രിക് നോർക്കയും കഗീസോ റബാഡയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. എന്തായാലും ദക്ഷിണാഫ്രിക്കയുടെ ആധികാരിക ജയം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫൈനലിലേക്ക് കയറിയിരിക്കുന്നത്. ഇനി അവരുടെ ഫൈനലിലെ എതിരാളികൾ ആരെന്നാണ് അറിയാനുള്ള ആകാംക്ഷയാണ്. നമ്മുടെ ഇന്ത്യയോ അതോ ഇംഗ്ലണ്ടോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. രാത്രി 8 മണിക്കാണ് ആ മത്സരം നടക്കുക. എന്തായാലും ഒരു ആവേശ ഫൈനൽ തന്നെ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനെ നമ്മൾ കൈയടിച്ചേ തീരാവുള്ളൂ. പല അട്ടിമറികളും നടത്തിക്കൊണ്ട് അവരുടെ രാജ്യത്തെ പല യുദ്ധക്കെടുതികൾക്കും ആഭ്യന്തര പ്രശ്നങ്ങൾക്കും ഇടയിൽ തന്നെ അവരെ സന്തോഷിപ്പിക്കുന്നത് ക്രിക്കറ്റാണ്. ഇവിടെ വരെ അവർ എത്തിയത് തന്നെ വലിയ കാര്യം. SKN. താങ്ക് യു അനിൽ വാസുദേവ്.